Yes, my dear students, welcome back. Exam date മാറ്റില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയതോടുകൂടെ ഒരുപാട് പേര് ടെൻഷനിലാണ്. അതിൻ്റെ ഇടയിൽ മോഡൽ എക്സാമും ഒന്നും കൊണ്ട് പേടിക്കണ്ട മക്കളെ. വളരെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തരുന്നുണ്ട്. നിങ്ങളത് മാത്രം വാച്ച് ചെയ്താൽ മതി. ഇന്ന് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ കേട്ടോ. ചാപ്റ്റർ വലിയ ചാപ്റ്ററായിരുന്നു, ഒരുപാട് കണ്ടന്റുകളുള്ള ചാപ്റ്റർ ആയിരുന്നു. ബട്ട് ഫോക്കസ് ഏരിയയിൽ വന്നപ്പോഴേക്കും നമുക്ക് വളരെ കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. അത് മാത്രം ഞാൻ പറയുകയാണ്. ഒന്ന് രണ്ട് ഡെറിവേഷൻസ് ഉണ്ട്, ചെറിയ ഡെറിവേഷൻസ് എന്ന് പറയാൻ ഒന്ന് ചെറുതാണ്. ദെൻ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷനും ഉണ്ട്. ഇതാണ് നമുക്ക് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള മിക്കവാറും ദിവസങ്ങളിലെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യാണ്. ഇനിയുള്ളൊരു 3-4 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് വൈൻഡപ്പ് ചെയ്യും. ദെൻ നമുക്കൊരു ഹോൾ ടോപ്പിക് റിവിഷൻ നടത്താം. എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആൻഡ് പോയിന്റ്സ് ഒന്നും കൂടെ പറഞ്ഞു തരാം. അതോടൊപ്പം നമുക്കും ചില മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ കുറച്ചും കൂടെ ഇൻറ്റൻസീവായിട്ട് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് ഫോളോ ചെയ്യുക. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ അനാവശ്യമായ ചർച്ചകളൊക്കെ ഒഴിവാക്കുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, പലരും എക്സാം മാറ്റുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കേണ്ട സമയത്ത് ഇതും ചർച്ച ചെയ്തിരിക്കുക. അവസാനം ഇപ്പം എന്തായി? ഏതൊക്കെയോ കുറേ ചാനലുകളിൽ എവിടെയൊക്കെയോ ആരൊക്കെയോ മാറ്റും എന്നൊക്കെ പറഞ്ഞ് ആ പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു. ബട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോവരുത്. പഠിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് പഠിക്കുക. എപ്പോൾ എക്സാം നടന്നാലും നമ്മൾ പഠിക്കണം. റെഡിയല്ലേ? അപ്പോൾ ഇനി ഒട്ടും വൈകിക്കേണ്ട. ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു മാർക്ക് പോലും നമുക്ക് കുറഞ്ഞു പോകരുത്. കാരണം ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോപ്പിക്സ് അത്രയും കുറച്ച് വന്നിരിക്കുന്നു. അതോടൊപ്പം പരമാവധി എക്സ്ക്യൂസുകളും നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചെന്തെങ്കിലുമൊക്കെ നോക്കി പോകുന്ന ആൾക്കാർക്ക് തന്നെ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കും ആ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് നോക്കിയിട്ട് പോവാം. പരമാവധി ഈ വരുന്നൊരു 10 days അല്ലെങ്കിൽ ഒരു 20 days ആണെന്ന് മാക്സിമം എല്ലാ എക്സാമുമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. അതിലേക്ക് മാക്സിമം എഫേർട്ട് എടുക്കുക, മാക്സിമം ടൈം വർക്ക് ചെയ്യുക. ബാക്കിയുള്ള പരിപാടികളൊക്കെ തൽക്കാലം മാറ്റി വെക്കുക. അനാവശ്യമായ ഡിസ്കഷൻസ് ഒക്കെ ഒഴിവാക്കുക. പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് പഠിക്കുക. കാരണം എല്ലാവർക്കും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും. നമ്മൾ അതിൽ പുറകിലോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്യൂച്ചർ സ്റ്റഡിയെ നല്ലോണം ബാധിക്കും. അതുകൊണ്ട് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടരുത്. നല്ല ശ്രദ്ധിച്ച് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു പോകുന്ന തരത്തിലേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള നമ്പർ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് 2 പോയിന്റുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പാസ്കൽസ് ലോ, അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് വരുന്ന ഹൈഡ്രോളിക് മെഷീൻസ്, ദെൻ ബെർണോളിസ് പ്രിൻസിപ്പിൾ, അതിൻ്റെ പ്രൂഫ്. പെട്ടെന്ന് കഴിയും. അത് മാത്രം നമ്മൾ പറയാണ്, നല്ലോണം ശ്രദ്ധിച്ചോ. പാസ്കൽസ് ലോയും അതിൻ്റെ അപ്ലിക്കേഷനും ഒന്നിച്ച് പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. പാസ്കൽസ് ലോ പറയുന്നത് നമ്മളൊരു ഫ്ലൂയിഡിലേക്ക്, ഒരു ഐഡിയൽ ഫ്ലൂയിഡ്, ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഓർ ലിക്വിഡ്. ഇതിനെയാണ് നമ്മൾ മൊത്തത്തിൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലും നമ്മൾ ലിക്വിഡ് എടുത്തിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ. അപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ മറ്റോ നമ്മളൊരു ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിലേക്ക് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ, പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ പ്രഷർ എന്ന് പറയാം. ഓക്കെ, ഒരു ഫ്ലൂയിഡിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ആവാം, അതല്ലെങ്കിൽ ഫ്ലൂയിഡിന് തന്നെ സ്വന്തമായിട്ടൊരു പ്രഷർ ഉണ്ടാവും. ഫോഴ്സ് ബൈ ഏരിയ. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു, കുറച്ച് ഹൈറ്റ് ഉള്ള പാത്രമാണെന്ന് വിചാരിച്ചോ. ഈ പാത്രത്തിൽ നമ്മൾ ഇത്രയും അളവിൽ വെള്ളം എടുത്തു. ഈ വെള്ളത്തിനൊരു വെയിറ്റ് ഉണ്ടാവില്ലേ? ആ ലിക്വിഡിന് സ്വന്തം ഒരു വെയിറ്റ് ഉണ്ടാവില്ലേ? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ വെയിറ്റ് മുഴുവൻ അനുഭവപ്പെടുക ഇതിൻ്റെ താഴ്ഭാഗത്തായിരിക്കില്ലേ? അപ്പോൾ ആ പാത്രത്തിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ ആ ഫ്ലൂയിഡിൻ്റെ ഒരു വെയിറ്റ് അനുഭവപ്പെടും. വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സാണ്. ഫോഴ്സ് ഓർ വെയിറ്റ് ബൈ എത്ര ഏരിയയുണ്ട് ഈ താഴ്ഭാഗത്തിന്, ആ ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ എത്ര ഫോഴ്സ് എത്ര ഏരിയയിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്നു, ഈ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ. ഈ പ്രഷർ താഴേക്ക് മാത്രമല്ല, ഈ പാത്രത്തിൻ്റെ സൈഡ് വാൾസിലേക്കും ഉണ്ടാവും. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലൂയിഡിലേക്ക് എക്സ്റ്റേണലി പ്രഷർ അപ്ലൈ ചെയ്യാൻ വേണമെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു പാത്രം, നമ്മളത് മനസ്സിലാവാൻ വേണ്ടി ഇതിൻ്റെ ആപ്ലിക്കേഷനും കൂടെ ഉള്ള തരത്തിലേക്കാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ചേർത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് പാസ്കൽസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് രണ്ടും കൂടി ഒന്നിച്ച് വരുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക കേട്ടോ. പാസ്കൽസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൂടെ നമ്മൾ എടുക്കുകയാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ്.
ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മൾ കാണുന്നത് എവിടെയാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നിങ്ങൾ വെഹിക്കിൾസിൻ്റെ സർവീസ് സ്റ്റേഷനുകൾ, വാട്ടർ സർവീസ് ഒക്കെ ചെയ്യുന്ന, റിപ്പയർ വർക്കൊക്കെ ചെയ്യുന്ന സ്റ്റേഷനുകളിൽ നമ്മൾ പോയിട്ടുണ്ടാവും. കാറ് കഴുകാൻ വേണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് നല്ല സൗകര്യമുള്ള ഒരു സർവീസ് സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ കാറിനെ ഒരു ഹൈറ്റിലേക്ക് ഉയർത്തി നിർത്തിയിട്ട് അതിൻ്റെ താഴ്ഭാഗം ക്ലീൻ ചെയ്യാനും പല മെക്കാനിക്കൽ വർക്കുകൾ ചെയ്യാനുമെല്ലാം കാറിന് ഉയർത്തി വെക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ലിഫ്റ്റുകൾ, ആ ലിഫ്റ്റിന്റെ ഒരു സിമ്പിൾ മോഡലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഉണ്ടാവുക, ആ ലിഫ്റ്റിൽ ഇങ്ങനെയുള്ളൊരു പാത്രത്തിൽ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് നിറച്ചു വെച്ചിരിക്കുക. എന്നിട്ട് അതിന് 2 തരം ഓപ്പണിംഗ് ഉണ്ടാവും. നോക്കൂ, ഞാൻ കുറച്ചും കൂടെ വലുതാക്കി ഒന്ന് താഴേക്ക് വരയ്ക്കാം. നോക്കിക്കോളൂ, ഒരു പാത്രമാണ്. ഓക്കെ, വെള്ളം നിറച്ചു വെക്കുന്ന ഒരു പാത്രത്തിൽ 2 തരം ഓപ്പണിംഗ് ആണ്. ഇങ്ങനെ ഒരു ഓപ്പണിംഗ്, ഇതിലേ നമുക്ക് വെള്ളം നിറയ്ക്കാം, ഇതിലേയും വെള്ളം നിറയ്ക്കാം. വെള്ളം ഇപ്പൊ ഇതിൽ ഇത്ര ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഓപ്പണിംഗ് വരച്ചപ്പോൾ ആ 2 ഓപ്പണിംഗ് ഹൈറ്റ് ഒരേ ലെവലിലാണ് വെള്ളം നിൽക്കപ്പോഴും, അത് മനസ്സിലാക്കണേ. ഇങ്ങനെ ഫ്ലൂയിഡ് നിൽക്കുകയാണ്, കണ്ടോ? ഇവിടെ എത്ര ഹൈറ്റിലാണോ വെള്ളം ഉള്ളത് അതേ ഹൈറ്റിൽ ഇവിടെയും വെള്ളം നിൽക്കും. ഇവിടെ ഇപ്പോൾ 2 ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു പിസ്റ്റൺ ഒക്കെ വെച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ. ഇവിടെ നമ്മൾ കാണുന്നത് കുറച്ചൊരു ചെറിയ ഏരിയ ഉള്ള ഒരു ഓപ്പണിംഗ് ആണ്. കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ ഓപ്പണിംഗ് കുറച്ചും കൂടെ വലുതാണ്. ഇവിടെ നമുക്ക് ഈ ഫ്ലൂയിഡിന്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് നമുക്ക് ഉയർത്താനുള്ള കാറിനെ നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, ഇതാണ് പാസ്കൽസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അതിന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ വരുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു പിസ്റ്റൺ വെച്ച് അടച്ചിരിക്കുന്നു. ഈ പിസ്റ്റൺ പിടിച്ച് നമുക്ക് അമർത്താം. അതായത് നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണ്. അതേസമയം ഇവിടത്തേക്ക് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം ഇവിടെയുള്ള ഫ്ലൂയിഡ് പ്രഷർ കൊടുത്ത് താഴ്ന്നു വന്നാൽ അതിനനുസരിച്ച് ഇവിടെ ഇതിങ്ങനെ ഉയർന്നു വരില്ലേ? ഉയർന്നു വരും. അതായത് ഇവിടെ നമ്മളൊരു പ്രഷർ കൊടുത്താൽ ആ പ്രഷർ ഇതിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എല്ലാം അനുഭവപ്പെടാൻ തുടങ്ങും. സിമ്പിളായിട്ട് പാസ്കൽസ് ലോ പറയുന്നത്, ഇവിടെ നമ്മൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്യുന്നോ അതേ പ്രഷറാണ് ഇതിന്റെ എല്ലാ ഭാഗത്തും അനുഭവപ്പെടുക. പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ഈക്വൽ ആയിരിക്കും. ഒരു ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രഷർ അൺഡിമിനിഷ്ഡ് ആയിട്ട്, അൺഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടും കുറയാതെ. ദിസ് പ്രഷർ വിൽ experienced undiminished at each and every points in this liquid. ഇതാണ് പാസ്കൽസ് ലോയുടെ സിമ്പിൾ ഐഡിയ. അൺഡിമിനിഷ്ഡ് ആയിട്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റിലേക്ക് അതേ പ്രഷർ എക്സേർട്ടഡ് ആവും. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രഷർ P1 ആണെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ P2 ആണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ P1 ഈസ് ഈക്വൽ ടു P2. ദിസ് ഈസ് കോൾഡ് പാസ്കൽസ് ലോ. അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ കാറ് വെച്ചിരിക്കുകയാണ്. കാറ് നല്ല വെയിറ്റ് ഉള്ള ഒരു വെഹിക്കിൾ ആണ്. അതിന് ഉയർത്തണമെങ്കിൽ ഒരുപാട് ഫോഴ്സ് കൊടുക്കേണ്ടി വരും, ശരിയല്ലേ? നമുക്ക് ആർക്കെങ്കിലും കാറിനിങ്ങനെ തനിയെ എടുത്തു പൊക്കാൻ കഴിയും? ഇല്ല. പക്ഷേ ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക, ഒരാൾ അവിടെയുള്ളൊരു മെക്കാനിക്ക് വളരെ മെലിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും. ചിലപ്പോൾ കാണുമ്പോൾ വലിയ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത വളരെ ചെറിയൊരു മനുഷ്യൻ വന്നിട്ട് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഇവിടത്തേക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കാർ ഉയർന്നു വരുന്നു. അതിപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചേ? ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴേക്ക് അങ്ങനെ, ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴേക്ക് അങ്ങനെ ഈ കാറിന് ഉയർത്താൻ പറ്റി? കാരണം 2 സൈഡിലെയും പ്രഷർ ഈക്വൽ ആണ് എന്നാണ് പാസ്കൽസ് ലോ പറയുന്നത്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. ഇവിടെ കൊടുക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്നു F1. ഇതിനെ ഉയർത്താൻ ആവശ്യമായ ഫോഴ്സ് നമ്മൾ വർക്ക് എനർജി ആൻഡ് പവർ ഒക്കെ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ബോഡിയെ ഉയർത്തണമെങ്കിൽ എത്ര ഫോഴ്സ് കൊടുക്കണം? മിനിമം. ആ ബോഡിക്ക് എത്ര വെയിറ്റ് ഉണ്ടോ ആ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് വന്നാലേ നമുക്കതിനെ ഉയർത്താൻ പറ്റുള്ളൂ. ആ ഫോഴ്സ് നമ്മൾ പറയുന്നു F2. ഉറപ്പായിട്ടും F2 എന്ന് പറയുന്നത് ഒരു വലിയ ഫോഴ്സ് ആയിരിക്കണം. കാരണം ഇവിടെയുള്ള വലിയൊരു കാറാണ്. ഇവിടെ നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്തു, ബട്ട് ആ ചെറിയ ഫോഴ്സ് കൊടുത്തത് ചെറിയ ഒരു ഏരിയയിലേക്കാണ്, A1. അതേസമയം ഇവിടെ കാർ വെച്ചിരിക്കുന്നത് കുറച്ചുകൂടെ വലിയൊരു ഏരിയയിലാണ്, A2. പാസ്കൽസ് ലോ പ്രകാരം P1 എന്ന് പറയുന്നത് P2 ആയിരിക്കണം. P1 എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? സോ F1 ബൈ A1 ദാറ്റ് ഈസ് ഈക്വൽ ടു F2 ബൈ A2. കാരണം പ്രഷർ 1 പ്രഷർ 2ന് ഈക്വൽ ആണെങ്കിൽ പ്രഷർ 1 എന്ന് പറയുന്നത് F1 ബൈ A1 ആണ്, പ്രഷർ 2 എന്ന് പറയുന്നത് F2 ബൈ A2 ആണ്. ഇവിടെ വളരെ ക്ലിയർ ആണ്, A2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ A1 ആണ്.
അങ്ങനെയാണ് നമ്മൾ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ വലിയ ഏരിയ ആണ്, ഇവിടെ ചെറിയ ഏരിയ ആണ്. A2 ഗ്രേറ്റർ ദാൻ A1 ആണെങ്കിൽ ഇത് ഗ്രേറ്ററും ഇത് ലെസ്സും ആണെങ്കിൽ അതേപോലെ നമുക്ക് പറയാം therefore F2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ F1 ആയിരിക്കും. അതായത് ചെറിയ ഒരു ഏരിയയിലേക്ക് ചെറിയ ഒരു ഫോഴ്സ് കൊടുത്താൽ അത് വലിയ ഏരിയയിൽ വലിയ ഫോഴ്സായി മാറും. അങ്ങനെ ഫോഴ്സ് ബൈ ഏരിയ സെയിം ആയിരിക്കും. ഇവിടെ ഏരിയ കൂടുതലുണ്ട്, അതിനനുസരിച്ച് ഫോഴ്സും കൂടുതലാകും. അങ്ങനെ ഏരിയ കൂടുതലിനടുത്ത് കൂടുതൽ ഫോഴ്സ് വന്നാലേ ആ പ്രഷർ ഈക്വൽ ആവുള്ളൂ. അപ്പോൾ എന്താ ഐഡിയ എന്താ? കുറഞ്ഞ ഏരിയയിലേക്ക് കുറഞ്ഞ ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ അതെന്തായി മാറുന്നു? കൂടുതൽ ഏരിയയിലേക്ക് വലിയ ഫോഴ്സായി മാറും. എന്തിനു വേണ്ടിയിട്ട്? പ്രഷർ ഈക്വൽ ആക്കാൻ. പ്രഷർ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പാസ്കൽസ് ലോ. മനസ്സിലായ മക്കളെ? അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രഷർ അൺഡിമിനിഷ്ഡ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ഈക്വലി സ്പ്രെഡ് ആകും, ഈക്വലി എഫക്റ്റഡ് ആകും എന്നുള്ളതാണ് പാസ്കൽസ് ലോ. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഹൈഡ്രോളിക് ലിഫ്റ്റ് ചെറിയ ഏരിയയിൽ ചെറിയ ഫോഴ്സ് കൊടുക്കുന്നു, വലിയ ഏരിയയിൽ വലിയ ഫോഴ്സായി മാറുന്നു. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയോ? റെഡിയാണോ? പാസ്കൽസ് ലോ ചോദിച്ചാൽ നിങ്ങൾ ഇനി എഴുതില്ലേ? അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് ഡയഗ്രാം വരയ്ക്കുക, ഇത്ര എഴുതി വെക്കുക. എന്നിട്ട് പറയാം സിൻസ് A2 is greater than A1, F2 should be greater than F1, which means a small force applied in small area becomes a large force in large area. ക്ലിയർ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തതാണ് ബെർണോളിസ് ഐഡിയ. ബെർണോളിസ് ഐഡിയ പറയുന്നത് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പോയിന്റുകളുണ്ട്. നമ്മൾ ഫോക്കസ് ഏരിയ മാത്രം പറയുകയാണ്. ഇപ്പം നമുക്കത് മതി. ഓക്കെ, ഇപ്പം നമുക്ക് അത് മാത്രം പഠിച്ച ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അതിൻ്റെ അർത്ഥം നമ്മൾ കംപ്ലീറ്റ് കോൺസെപ്റ്റ് പഠിക്കുന്നു, സിലബസ് പഠിക്കുന്നു എന്നല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള കോൺസെപ്റ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം നമുക്ക് ഇപ്പം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മളൊരു പൈപ്പിലൂടെയുള്ള ഫ്ലൂയിഡിൻ്റെ ഫ്ലോ, ഒഴുക്ക് കൺസിഡർ ചെയ്യാം. ആ ഒഴുക്കിന് നമ്മൾ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല, എന്നാൽ ഞാൻ പേരെന്ന് പറയാം. ടെർബുലൻ്റ് ഫ്ലോയും സ്ട്രീം ലൈൻഡ് ഫ്ലോയും. എന്തൊക്കെയാണ്? ടെർബുലൻറ്റും സ്ട്രീം ലൈനും. നമ്മളിപ്പോൾ ഒരു പൈപ്പ് എടുത്തു, ഇങ്ങനെയുള്ളൊരു പൈപ്പ് ആയിക്കോട്ടെ. ഓക്കെ, ഒരു പൈപ്പ് ചില ഭാഗത്ത് അതിൻ്റെ സൈസ് കുറവാണ്, മറ്റു ഭാഗത്ത് കമ്പാരിറ്റീവ്ലി സൈസ് കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു പൈപ്പിലൂടെ വെള്ളം അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവാം. ഓക്കെ, ഇതിലെ വെള്ളം കയറി ഇതിലെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവാം. അതല്ലെങ്കിൽ വലിയൊരു പൈപ്പിൻ്റെ ഒരു പീസ് മാത്രം നമ്മൾ മുറിച്ചെടുത്തിരിക്കും. ഓക്കെ, അങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഫ്ലോയെ ചിലപ്പോൾ നമ്മൾ വിളിക്കുന്നു സ്ട്രീം ലൈൻഡ്. എന്താണ് സ്ട്രീം ലൈൻഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ? സ്ട്രീം ലൈൻഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈപ്പിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു, ഒരു പോയിന്റ് ഇമാജിൻ ചെയ്യാം. ആ പോയിന്റിലൂടെ ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ പാസ് ചെയ്യാണ്. ഒരു വാട്ടർ മോളിക്യൂൾ ഇങ്ങനെ വന്നു, ഈ പോയിന്റും കടന്നങ്ങ് പോയി ഇവിടെ എത്തി. അതിൻ്റെ പുറകിലൂടെ അടുത്ത വാട്ടർ മോളിക്യൂൾ വന്നു, അതും ഈ പോയിന്റ് കടന്ന് ഇങ്ങനെ പോവാൻ. അങ്ങനെ ഓരോ പാർട്ടിക്കിൾ ഇങ്ങനെ പോവാ. നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ആ പോയിന്റിനെ കടന്നു പോകുന്ന എല്ലാ വാട്ടർ പാർട്ടിക്കിൾസും ഒരേ സ്പീഡിലാണോ പോകുന്നത്? ആ പാർട്ടിക്കിളിന് ഇവിടെയും 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 ഒരേ സ്പീഡ് എന്നല്ലേ പറയുന്നത്? ശരിക്കും മനസ്സിലാക്കുക. ഞാനൊരു പോയിന്റ് എടുത്തു, ആ പോയിന്റിലൂടെ ഒരു വാട്ടർ പാർട്ടിക്കിൾ കടന്നുപോയി, അതിൻ്റെ പുറകിൽ വന്ന അടുത്ത പാർട്ടിക്കിൾ കടന്നുപോയി, അടുത്ത അങ്ങനെ ഈ പോയിന്റിലൂടെ തന്നെ ആൾക്കാർ ഇങ്ങനെ കടന്ന് ഇങ്ങനെ പോവാൻ. അവരെല്ലാം പോകുന്നത് ഒരേ വെലോസിറ്റിയിലാണോ, ഒരേ സ്പീഡിലാണോ? അത്തരം ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻഡ് ഫ്ലോ. സ്റ്റഡി ഫ്ലോ എന്ന് സിമ്പിളായിട്ട് പറയും. വളരെ സ്റ്റഡി ആയിട്ടായിരിക്കും ഫ്ലോ. സ്റ്റഡി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെ ഒഴുകുന്ന സ്പീഡും ഇവിടെ ഒഴുകുന്ന സ്പീഡും സെയിം എന്നല്ലേ? ഇവിടുത്തെ വെലോസിറ്റി V1 ആണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി V2 ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് ആ വെലോസിറ്റി ഈ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന മറ്റൊരു ഐഡിയ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. നിങ്ങൾ ഗാർഡൻ ഹോസ് യൂസ് ചെയ്തിട്ട് ചെടികൾ നനയ്ക്കാറുണ്ടോ? അങ്ങനെ ചെടി നനയ്ക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദൂരത്തിലുള്ളൊരു ചെടിയിലേക്ക് നനയ്ക്കാൻ ഈ ഹോസ് എത്തുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താ? പലപ്പോഴും നമ്മൾ ആ ഹോസിൻ്റെ അതിൻ്റെ മൗത്ത് ഭാഗം, വെള്ളം പുറത്തേക്ക് വരുന്ന ഭാഗം ഒന്ന് അമർത്തി പിടിക്കും. ഒന്ന് അമർത്തി പിടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വെള്ളം കൂടുതൽ സ്പീഡിൽ മുന്നോട്ടേക്ക് തെറിച്ചു പോകുന്നത്. അതിൻ്റെ ഐഡിയ എന്താ? ഏരിയ കുറയുമ്പോൾ സ്പീഡ് കൂടും. വെരി സിമ്പിൾ ഐഡിയ അല്ലേ? നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഏരിയ കുറവാണ്, ഇവിടെ വെലോസിറ്റി V1 ആ, ഇവിടെ ഏരിയ കൂടുതലാണ്, ഇവിടെ വെലോസിറ്റി V2 ആ. ഉറപ്പായിട്ടും V1 ഗ്രേറ്റർ ദാൻ V2 ആയിരിക്കും. അതിനെക്കുറിച്ചല്ലേ സ്ട്രീം ലൈൻഡ് ഫ്ലോ പറയുന്നത്?
സ്ട്രീം ലൈൻഡ് ഫ്ലോ പറയുന്നത് ഇവിടെയുള്ള വെലോസിറ്റി v1 ആണെങ്കിൽ ആ പോയിന്റിലെ എല്ലാ പാർട്ടിക്കിളും v1ലായിരിക്കും. ആ v1 എന്ന് പറയുന്ന വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഈ പോയിന്റിൽ കടന്നു പോകുന്ന എല്ലാവർക്കും 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇതിലേ കടന്നു പോകുന്ന എല്ലാവർക്കും 3 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഗോട്ട് ദ പോയിന്റ്? അതല്ലാതെ ഈ പൈപ്പിന്റെ എല്ലാ ഭാഗത്തും ഒരേ വെലോസിറ്റി നല്ലേ? മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഫ്ലോ, അതിനാണ് സ്ട്രീം ലൈൻഡ് ഫ്ലോ എന്ന് പറയുക. ഇനിയിപ്പോൾ ഇങ്ങനെ അല്ല, ഇവിടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ പോയത് 4 മീറ്റർ പെർ സെക്കൻഡിൽ, ഈ പോയിന്റിൽ മറ്റൊരു വാട്ടർ മോളിക്യൂൾ പോകുന്നത് 5 മീറ്റർ പെർ സെക്കൻഡിൽ, ഈ പോയിന്റിൽ മറ്റൊരു പാർട്ടിക്കിൾ പോകുന്നത് 6 മീറ്റർ പെർ സെക്കൻഡിൽ. അങ്ങനെ വെലോസിറ്റി ഒരു പോയിന്റിൽ തന്നെ കൂടിയും കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത്തരം ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടർബുലന്റ് ഫ്ലോ. എന്താ മക്കളെ പറയാ? ടർബുലന്റ് ഫ്ലോ. രണ്ടും മനസ്സിലായോ? നമ്മൾ ബെർണോളിസ് തിയറം പറയാൻ പോകുന്നത് ഏത് തരം ഫ്ലോക്ക് വേണ്ടിയിട്ടാണ്? സ്ട്രീം ലൈൻഡ് ഫ്ലോ. സ്ട്രീം ലൈൻഡ് ഫ്ലോയിൽ ഒഴുകുന്ന ഒരു വാട്ടറിന്റെ പൈപ്പിലൂടെയുള്ള ഒരു ഫ്ലോ എടുത്താൽ അത്തരം ഫ്ലോയുടെ ആ വാട്ടർ മോളിക്യൂൾസിന് അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിന് 3 ടൈപ്സ് ഓഫ് എനർജി ഉണ്ടാവും എന്ന് പറയുന്നത്. ഒന്ന്, മൂവ് ചെയ്യുന്നത് കൊണ്ടുള്ള വെലോസിറ്റി കൊണ്ടുള്ള കൈനറ്റിക് എനർജി. ഓക്കെ. രണ്ടാമത്തത്, അവരുടെ പൈപ്പിന്റെ ഹൈറ്റ്, പൈപ്പിന്റെ ഒരു ഭാഗം ഇവിടെയും ഒരു ഭാഗം കുറച്ച് മുകളിലുമാണെങ്കിൽ അങ്ങനെയും പൈപ്പ് നമുക്ക് വെക്കാലോ. പൈപ്പിന് ചില ഭാഗത്ത് ഹൈറ്റ് കുറവായിരിക്കും, ചില ഭാഗത്ത് ഹൈറ്റ് കൂടുതലായിരിക്കും. ആ ഹൈറ്റ് കൂടുതൽ കുറവ് കൊണ്ടൊരു പൊട്ടൻഷ്യൽ എനർജി വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പൊ രണ്ടാമത് എന്തായി? പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? ഫ്ലോ ചെയ്യുന്നത് കൊണ്ട്, വെലോസിറ്റി കൊണ്ട് കൈനറ്റിക് എനർജി ഉണ്ടാവാം. ദെൻ ഹൈറ്റിന്റെ ഡിഫറൻസ് കൊണ്ട് പൊട്ടൻഷ്യൽ എനർജി വ്യത്യാസം ഉണ്ടാവാം. മറ്റൊന്ന്, ഈ ഫ്ലോ കൊണ്ട്, ഈ പൈപ്പിന്റെ ഏരിയയുടെ വ്യത്യാസം കൊണ്ട് ഈ പൈപ്പിന്റെ ഉള്ളിലുള്ള വെള്ളത്തിനൊരു പ്രഷർ ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോഴ്സ് പെർ ഏരിയ. ആ പ്രഷർ ഉണ്ട്, ഒരു എനർജി ഉണ്ടാകും. ആ പ്രഷർ കൊണ്ടുണ്ടാകുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷർ എനർജി. അപ്പോൾ ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് ടോട്ടലി എത്ര എനർജീസ് ഉണ്ട്? 3 എനർജീസ്. ഏതൊക്കെയാ? മൂവ്മെന്റ് കൊണ്ടുള്ള കൈനറ്റിക് എനർജി, ഹൈറ്റ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി, അതിന്റെ ഏരിയ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന പ്രഷർ എനർജി. ഈ 3 എനർജിയും ടോട്ടൽ ചെയ്താൽ അത് എല്ലാ പോയിന്റിലും സെയിം ആയിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ ഇങ്ങനെ ഒരു പൈപ്പ് എടുക്കുന്നു, നോക്കാം, ഇങ്ങനെ ഒരു പൈപ്പ് ആവാം. പലപ്പോഴും ഡയഗ്രാം നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുക. ഇതായിരുന്നു ഒരു ഗ്രൗണ്ട് ലെവൽ എന്ന് വിചാരിച്ചോളൂ. ഗ്രൗണ്ട് ലെവൽ. ഇതിലെ വാട്ടർ ഒഴുകുന്ന വെലോസിറ്റി v1, ഇവിടെ എത്തിയപ്പോൾ വെലോസിറ്റി v2. അങ്ങനെ വെള്ളം ഒഴുകി പോവാം. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ട്, ഇവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ഇവിടുത്തെ പൈപ്പിന്റെ ഹൈറ്റ് h1, ഇവിടുത്തെ പൈപ്പിന്റെ ഹൈറ്റ് h2. അപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രഷർ P1, ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രഷർ P2. അതുകൊണ്ടൊരു പ്രഷർ എനർജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി, ഇവിടുത്തെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി നോക്കിയാൽ ഈ ടോട്ടൽ വാല്യൂവും സെയിം ആയിരിക്കും. ഈ എൻഡിൽ മാത്രമല്ല, ഈ പൈപ്പിൽ എവിടെ നോക്കിയാലും. ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ അവിടെ ഉണ്ടാവില്ലേ കെയും പിയും പ്രഷറും. അത് നിങ്ങൾ മൂന്നും കൂടെ ആഡ് ചെയ്യാം. അതായത് ചിലപ്പോൾ ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സപ്പോസ് ഒരു 15 ജൂളായിരിക്കും, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സപ്പോസ് ഒരു 8 ജൂളായിരിക്കും, ഇവിടുത്തെ പ്രഷർ എനർജി എന്ന് പറയുന്നത് സപ്പോസ് ഒരു 15 + 8 23 ഒരു 7 ജൂൾ. വെറുതെ എക്സാമ്പിൾ. അപ്പോൾ മൊത്തത്തിൽ എത്രയാണ്? 30 ജൂളായേ. ഓക്കെ. 15 + 8 + 7 30 ജൂളായി. ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 10 ജൂളായിരിക്കും, 10 ജൂളായിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സപ്പോസ് ഒരു 12 ജൂളായിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പ്രഷർ എനർജി എന്ന് പറയുന്നത് ഒരു 18 ജൂളും ആയിരിക്കും. ടോട്ടലി ചെയ്താൽ ഇതും എത്ര തന്നെ ഉണ്ടാവും? 30 ജൂൾ ഉണ്ടാവും. ഓരോന്നും മാറാം, ഓരോന്നും കൂടുകയും കുറയുകയും ചെയ്യാം. ബട്ട് അത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഈ പൈപ്പിൽ ഏത് പോയിന്റ് നോക്കിയാലും ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണിത്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലായോ? ഒരു സ്ട്രീം ലൈൻഡ് ഫ്ലോയിലൂടെ ഒരു വെള്ളം പൈപ്പിലൂടെ ഒഴുകി പോവുകയാണെങ്കിൽ, ഇൻ എ സ്ട്രീം ലൈൻഡ് ഫ്ലോ ഇൻ എ പൈപ്പ്, total sum of kinetic energy, potential energy and pressure energy will be the same at all points. ഏത് പോയിന്റ് നോക്കിയാലും ഈ 3 എനർജിയുടെയും സം സെയിം ആയിരിക്കും. ടോട്ടൽ എനർജി കൺസർവ്ഡ് ആയിരിക്കും. പ്രൂവ് ചെയ്യാം. റെഡി?
നോക്കോളെ, നമുക്ക് അങ്ങനത്തെ ഒരു പിക്ചർ വീണ്ടും ഒന്നും കൂടെ ഒന്ന് നൈസായിട്ട് ഇവിടെ ഒന്ന് വരയ്ക്കാം. ഒരു പൈപ്പ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ പോയിന്റിൽ നമുക്കറിയാം, ഈ പോയിന്റിലേക്ക് വാട്ടർ ഇതിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. വാട്ടർ ഇതിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു വർക്ക് ചെയ്യണം. ഓക്കെ, വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഈ വാട്ടറിലേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഈ വാട്ടർ ഇതിലേക്ക് കയറി വരുന്നു. സപ്പോസ് ആ വാട്ടർ ഇത്രയും ഒരു ദൂരം മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. വാട്ടർ ഇങ്ങനെ എൻ്റർ ചെയ്യാണ്, ഇത്ര ദൂരമല്ല, വാട്ടർ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. വർക്ക് നമുക്ക് ആദ്യം കാണാം. നമ്മളിത് വർക്ക് എനർജി തിയറം വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം ആ വർക്കും എനർജികളൊക്കെ ആദ്യം ഒന്ന് എഴുതാം, എന്നിട്ട് വർക്ക് എനർജി തിയറം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടത്തേക്ക് ഒരു F1 എന്ന ഒരു ഫോഴ്സിൽ വാട്ടർ അതിലേക്ക് കയറുകയാണ്. ദെൻ ഇതിനുണ്ടായ ഈ ഡിസ്പ്ലേസ്മെന്റ് S1 ആണെന്ന് വിചാരിച്ചു. F1 S1. അങ്ങനെയാണെങ്കിൽ ഈ എൻഡിൽ വാട്ടർ അതിലേക്ക് കയറാൻ വേണ്ട വർക്ക് ഡൺ ഓൺ ഫ്ലൂയിഡ്, വർക്ക് ഡൺ ഓൺ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം W is equal to F1 S1 അല്ലേ, F1 S1 just like W is equal to F dot S. ഇനി F എന്ന് പറഞ്ഞാൽ പ്രഷർ, നമ്മൾ നേരത്തെ എഴുതി പ്രഷർ എന്ന് പറഞ്ഞാൽ F/A അല്ലേ. അപ്പോൾ Fനെ നമുക്ക് പ്രഷർ ഇൻറ്റു A എന്ന് എഴുതി കൂടെ. സോ നമ്മൾ എഴുതുന്നു F1ന് പകരം P1A1 ഇൻറ്റു S1. റെഡി, P1A1 ഇൻറ്റു S1. F1ന് പകരം പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു S1. എന്താ ഈ A1 S1 എന്ന് പറയുന്നത്? A1 എന്ന് പറയുന്നത് ഏരിയയാണ്. ഏരിയ ഇൻറ്റു ഈ ഡിസ്പ്ലേസ്മെൻ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് അത്രയും ഭാഗത്തെ വെള്ളത്തിൻ്റെ വോള്യമായിരിക്കും. ആ ഒരു പോയിന്റ് ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. എന്താണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്? എത്ര ഏരിയ, ആ ഏരിയയിലൂടെ എത്ര വെള്ളം ഉള്ളോട്ടേക്ക് കടന്നു. അപ്പോൾ ആ ഏരിയ ഇൻറ്റു S എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? വോള്യം. സോ നമ്മൾ ഇതിന് എഴുതുന്നു P1 ഇൻറ്റു V. ഇതാണ് W1. അവിടെ ഞാൻ വോള്യം 1 എന്ന് എഴുതുന്നില്ല, ശ്രദ്ധിച്ചോളെ. എന്തുകൊണ്ടാണ്? നമുക്കതിന് അപ്പുറത്തെ എൻഡിലേക്ക് പോവാം. അപ്പുറത്തെ എൻഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം എഗെയിൻ ഈ വാട്ടർ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഇതിൽ നിന്നും വെള്ളം പുറത്തേക്ക് തെറിക്കുക. നമ്മൾ കാര്യം എന്താ പറയുക മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയുള്ള ഒരു പൈപ്പിൽ ഇവിടെ എത്ര വോള്യം ഓഫ് വാട്ടർ ആണോ ഇവിടെ എൻ്റർ ചെയ്യുന്നത്, വോള്യം, ആ ഒരു ടേം നല്ലോണം ശ്രദ്ധിക്കുക. അതേ വോള്യം ഓഫ് വാട്ടർ ആയിരിക്കും ഇവിടുന്ന് പുറത്തേക്ക് ചാടിപ്പോവാം. പറഞ്ഞ മനസ്സിലായോ? ഞാൻ സിമ്പിളായിട്ടൊരു പോയിന്റ് പറയട്ടെ. ഒരു പൈപ്പ് എടുക്കുക നിങ്ങൾ. ആ പൈപ്പിൽ നിറയെ വെള്ളമുണ്ടെന്ന് വിചാരിച്ചോ. നിറയെ വെള്ളം ഫില്ലായി നിൽക്കുക. ഒരു സിംഗിൾ ഡ്രോപ്പ് കയറാനുള്ള സ്പേസ് പോലും ഇല്ല. അങ്ങനെ വെള്ളം ഫില്ലായി നിൽക്കുക. അങ്ങനെ ഫില്ലായി നിൽക്കുന്ന ഒരു പൈപ്പിലേക്ക് നിങ്ങൾ ഇവിടെ ഒരു 1 ഡ്രോപ്പ് ഓഫ് വാട്ടർ ഈ പൈപ്പിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ, ഇവിടെ ഒരു 1 ഡ്രോപ്പ് കയറണമെങ്കിൽ ഇവിടുന്ന് ഒരു 1 ഡ്രോപ്പ് പുറത്തേക്ക് ഇറങ്ങി കൊടുക്കണ്ടേ? എന്നാലല്ലേ ആ വോള്യം ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ ഐഡിയ അല്ലേ? ഇവിടത്തേക്ക് എനിക്കിനി ഒരു തുള്ളി വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കുക. എൻ്റർ ചെയ്താൽ അപ്പം ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം ഇവിടുന്ന് പുറത്തേക്ക് പോകും. ഇവിടെ എത്ര വോള്യം ആണോ ഇങ്ങോട്ട് എൻ്റർ ചെയ്തത്, സെയിം വോള്യമാണ് ഇവിടുന്ന് പുറത്തേക്ക് പോവുക. അപ്പോൾ വോള്യം എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് സൈഡിലും സെയിമായി നിൽക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഒരു ഫോഴ്സ് F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ അത് ഒരു S2 എന്ന് പറയുന്ന ഒരു ദൂരം മൂവ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ഇവിടെയുള്ള ദൂരവും ഈ ദൂരവും വ്യത്യാസം ഉണ്ടാവും. ഫോഴ്സുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് പോയിന്റ് മനസ്സിലാക്കുക, ഇവിടെ എത്ര വോള്യം ഓഫ് വാട്ടർ ആണോ എൻ്റർ ചെയ്തത്, സെയിം വോള്യം ആയിരിക്കും ഇവിടുന്ന് പുറത്തേക്ക് പോവാം. നൗ അപ്പുറത്തെ എൻഡിലേക്ക്, ഇതിപ്പം W1 ആണ്, W1 P1V. ഇനി നമ്മൾ ഈ എൻഡിലെ വർക്കിനെ കുറിച്ച് പറയുമ്പോഴോ അത് വർക്ക് ഡൺ ബൈ ഫ്ലൂയിഡാണ്. ആ 2 പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ എന്താ? വർക്ക് ഡൺ ഓൺ ഫ്ലൂയിഡ്. ഇത് വർക്ക് ഡൺ ഓൺ ഫ്ലൂയിഡാ, ഫ്ലൂയിഡിലേക്കുള്ള വർക്കാണ്. അതേസമയം ഇവിടെയോ വർക്ക് ഡൺ ബൈ ഫ്ലൂയിഡാ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഓൺ ഫ്ലൂയിഡ് നമ്മളൊരു പോസിറ്റീവ് വർക്കായിട്ടാണ് എടുത്തതെങ്കിൽ, ഈ വാല്യൂ നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുത്തതെങ്കിൽ, ഇപ്പുറത്തെ സൈഡിലുള്ള വർക്ക് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുക. ആ ഡിഫറൻസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ വർക്ക് ഡൺ ഓൺ ഫ്ലൂയിഡ് ആണ്, ഇവിടെ വർക്ക് ഡൺ ബൈ ഫ്ലൂയിഡ് ആണ്. സോ W2 എന്ന് പറയുന്നത് മൈനസ് F2S2 മൈനസ് F2S2 ദാറ്റ് ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ, മൈനസ് F2നെ നമുക്ക് P2A2 എന്നെടുത്തൂടെ ഇൻറ്റു S2.
വീണ്ടും ഈ A2S2 എന്താ? ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വോളിയം ആയിരിക്കില്ലേ? സോ മൈനസ് P2V. ഇവിടെ ഞാൻ V2 എന്ന് എഴുതുന്നില്ല, കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെയുള്ള വോളിയം എത്രയാണോ അതേ വോളിയം ചേഞ്ച് ആണ് ഇവിടെയും സംഭവിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതുന്നില്ല, അവിടെ V2 എന്ന് എഴുതുന്നില്ല, മൈനസ് P2V. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ W1 കിട്ടി, W2 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ടോട്ടൽ വർക്ക്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് W1 പ്ലസ് W2 ദാറ്റ് ഈസ് ഈക്വൽ ടു P1V പ്ലസ് മൈനസ് P2V. സോ P1V മൈനസ് P2V ദാറ്റ് ഈസ് ഈക്വൽ ടു P1 മൈനസ് P2 ഇൻറ്റു V. ഇതാണ് ടോട്ടൽ വർക്ക്. മേ ബി ഇക്വേഷൻ നമ്പർ 3 അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ ഡയഗ്രത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഈ ഡയഗ്രത്തിലേക്ക് വരുമ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് ഇവിടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഒരു V1 എന്ന വെലോസിറ്റിയിലാണെങ്കിൽ ആ വാട്ടറിന്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഇവിടെയുള്ള ഇത്രയും ഈ വാട്ടറിന്റെ മാസിനെ ഞാൻ എടുക്കുന്നു M. അങ്ങനെയാണെങ്കിൽ M മാസുള്ള വാട്ടർ ഒരു V1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ഈ പോയിന്റിലെ കൈനറ്റിക് എനർജി എന്താ? കൈനറ്റിക് എനർജി 1 എന്ന് പറയുന്നത് എഴുതാം ഹാഫ് mv1². അതേസമയം M മാസുള്ള വാട്ടർ ഇവിടെ മൂവ് ചെയ്യുന്നത് മറ്റൊരു വെലോസിറ്റിയിലാണ് V2. നമ്മൾ നേരത്തെ പറഞ്ഞു ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും, പൈപ്പ് അമർത്തി പിടിക്കുന്ന കഥ പറഞ്ഞു ഓർമ്മയില്ലേ? സോ എന്തായിരിക്കും കൈനറ്റിക് എനർജി 2? കൈനറ്റിക് എനർജി 2 എന്ന് പറയുന്നത് ഹാഫ് mv2². വീണ്ടും അവർക്ക് സംശയം, അതെന്താ M1 എന്നും M2 എന്നും എഴുതാത്തെ? അവിടെ മാസ് 1 അല്ലേ, ഇവിടെ മാസ് 2 അല്ലേ? അല്ല, നമ്മൾ പറഞ്ഞു വോളിയം സെയിമാ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയമാ. ഓക്കെ, അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം ഇവിടെയും ഇവിടെയും സെയിം. ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിന്റെ ഡെൻസിറ്റി രണ്ട് ഭാഗത്തും സെയിം. അപ്പോൾ വോളിയവും സെയിം, ഡെൻസിറ്റിയും സെയിം. അങ്ങനെയാണെങ്കിൽ മാസും സെയിം ആയിരിക്കില്ലേ? അപ്പോൾ നമ്മളിവിടെ M1 എന്നോ ഇവിടെ M2 എന്നോ എഴുതണോ? വേണ്ട, M എന്ന് മതി. സോ എന്തായിരിക്കും ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി? ഡെൽറ്റ KE. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv2² മൈനസ് ഹാഫ് mv1² അല്ലേ? ഫൈനൽ KE മൈനസ് ഇനീഷ്യൽ KE. അപ്പം നമുക്ക് കിട്ടുന്നു ഹാഫ് mv2² മൈനസ് ഹാഫ് mv1². അതിൽ ഹാഫ് M കോമൺ അല്ലേ? ഹാഫ് M കോമൺ ആണെങ്കിൽ നമുക്ക് ബാക്കി എന്ത് എഴുതാം? ഹാഫ് M ഇൻറ്റു V2² മൈനസ് V1². ഇക്വേഷൻ നമ്പർ 4. ഇപ്പം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? പൈപ്പിന്റെ ഒരു എൻഡിലെ കൈനറ്റിക് എനർജി എഴുതി, അടുത്ത എൻഡിലെ കൈനറ്റിക് എനർജി എഴുതി. കൈനറ്റിക് എനർജി 1, കൈനറ്റിക് എനർജി 2, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇവിടുത്തെ പൈപ്പിന്റെ ഹൈറ്റ് ഗ്രൗണ്ടുമായിട്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് ലെവൽ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ലെവൽ ഉണ്ട്, ഇവിടുത്തെ ഹൈറ്റ് H1 ആണെന്ന് വിചാരിച്ചോ, ഇവിടുത്തെ ഹൈറ്റ് H2 എന്ന് വിചാരിച്ചോ. വേഗം പറഞ്ഞു, എന്താ പൊട്ടൻഷ്യൽ എനർജി? 1 mgH1. എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജി 2? ദാറ്റ് ഈസ് mgH2. അങ്ങനെയാണ് പറഞ്ഞോളൂ. എന്തായിരിക്കും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഡെൽറ്റ PE എന്ന് പറയുന്നത് PE2 മൈനസ് PE1, mgH2 മൈനസ് mgH1. അവിടെയും M1 M2 എന്ന് എഴുതിയിട്ടില്ല, മനസ്സിലാവുമല്ലോ. സോ mg ഇൻറ്റു H2 മൈനസ് H1. ഇതായിരിക്കും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. റെഡി. ഇപ്പം എന്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു? രണ്ട് എൻഡിലെയും വർക്ക് ഡൺ കണ്ടുപിടിച്ചു. വർക്ക് ഡൺ ഓൺ ഫ്ലൂയിഡും വർക്ക് ഡൺ ബൈ ഫ്ലൂയിഡും. അതിൽ നിന്നും ടോട്ടൽ വർക്ക് കിട്ടി. എവിടെയാണ് ടോട്ടൽ വർക്ക്? ടോട്ടൽ വർക്ക് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് P1 മൈനസ് P2V. ഓക്കെ, അതിനുശേഷം നമ്മൾ പൈപ്പിന്റെ ഒരു എൻഡിലെ KE കണ്ടു, മറ്റേ എൻഡിലെ KE കണ്ടു, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ഒരു എൻഡിലെ PE കണ്ടു, മറ്റേ എൻഡിലെ PE കണ്ടു, ചേഞ്ച് ഇൻ PE കണ്ടുപിടിച്ചു. ഇനി വർക്ക് എനർജി തിയറം പറയുന്നത് വർക്ക് ഓർ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി എന്നാണ്. അത് ചിലപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആവാം, ചിലപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആവാം. ഇവിടെ നമുക്ക് രണ്ടും ഉള്ളത് കൊണ്ട് നമ്മൾ പറയുന്നു അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ചേഞ്ചിന്റെ ടോട്ടൽ ആയിരിക്കും ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? P1 മൈനസ് P2 ഇൻറ്റു V ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്താ? ഹാഫ് M ഇൻറ്റു V2² മൈനസ് V1² അല്ലേ?
പ്ലസ് അതൊക്കെ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mg ഇൻറ്റു H2 മൈനസ് H1. ഇനി ഇവിടെയൊക്കെ നമുക്ക് എം കാണാം, മാസിന് നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇവിടെയുള്ള മാസിന് പകരം ഞാൻ എഴുതുന്നു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് മാസ്, ഈ മാസിനെ നമുക്ക് ഒഴിവാക്കാം, അതിന് പകരം എഴുതാം വോളിയം ഇൻറ്റു ഡെൻസിറ്റി. നിങ്ങൾ ഇതൊക്കെ എഴുതുമ്പോൾ അടുത്തടുത്ത സ്റ്റെപ്പായിട്ട് എഴുതണേ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു വോളിയം ടേം ഉണ്ട്, ഇവിടെ വോളിയം ഉണ്ട്, ഇവിടെ വോളിയം ഉണ്ട്. ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് നമുക്ക് വോളിയം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അല്ലേ? ഈ വോളിയം കോമൺ ആക്കി എടുക്കുക, ഈ വോളിയം കോമൺ ആക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വോളിയവും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്ന വോളിയവും കട്ട് ചെയ്ത് പോവില്ലേ? അപ്പോൾ അത് പോയി. ഇനി എന്തൊക്കെയാണുള്ളത്? ഇത് നമ്മൾ ഇനി ഒന്ന് മാറ്റി എഴുതുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെയുള്ള ഈ -P2 എന്ന് പറയുന്നത് ഇക്വേഷൻ്റെ ആ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത് +P2 ആവില്ലേ? +P2 എന്നാവില്ലേ? അതുപോലെ ഇക്വേഷൻ്റെ ഇവിടെ ഏതൊക്കെയാണോ നെഗറ്റീവ്, ഇവിടെ ഇപ്പോൾ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കി എന്താ കിട്ടുക? ഹാഫ് റോ v2² മൈനസ് ഹാഫ് റോ v1². അപ്പോൾ അവിടെ ഒരു -half റോ v1² അല്ലേ? ആ മൈനസ് ടേം ഇപ്പുറത്തേക്ക് എടുക്കുക. ഈ ബ്രാക്കറ്റ് ഒഴിവാക്കിയാലോ റോ ജി H2 മൈനസ് റോ ജി H1. അപ്പോൾ അവിടെ ഇല്ലേ ഒരു മൈനസ് അല്ലേ? അതിന് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ സൈഡിലുള്ള രണ്ട് മൈനസ് ടേമുകളെ ഇങ്ങോട്ടേക്ക് മാറ്റുക, ഇവിടെയുള്ള മൈനസ് ടേമിനെ അങ്ങോട്ടേക്ക് മാറ്റുക. നോക്കിക്കോണേ, ഇവിടെ എന്താ ഇനി ബാക്കി ഉണ്ടാവുക? P1 ഉണ്ട് പ്ലസ് ഇവിടെയുള്ള ഹാഫ് റോ മൈനസ് v1² ഇപ്പുറം വരുമ്പോൾ പ്ലസ് ഹാഫ് റോ v1² പ്ലസ് ഇവിടെ ഇനിയുള്ളത് റോ ജി മൈനസ് H1, അത് ഇപ്പുറം വരുമ്പോൾ റോ ജി H1 ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള -P2 അപ്പുറം പോയാൽ P2 പ്ലസ് ഇവിടെ ഓൾറെഡി ഹാഫ് റോ v2² ഉണ്ട്, ഈ മൈനസ് ടേമാണ് ഇപ്പുറം വന്നത്. ഇവിടെ ഇനി എന്താ ബാക്കിയുള്ളത്? ഹാഫ് റോ v2² പ്ലസ് ഇവിടെ ഇനി എന്താ ബാക്കിയുള്ളത്? റോ ജി H2 ഇങ്ങനെ കിട്ടി. ഇതാണ് പ്രഷർ എനർജി എന്ന് പറയുന്ന ടേം. ഇതാണ് കൈനറ്റിക് എനർജി ഹാഫ് റോ v1². ഇതാണ് പൊട്ടൻഷ്യൽ എനർജി റോ ജി H1. ഓക്കെ, അപ്പോൾ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ എന്താ? പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. നോക്കൂ, ഇതിൻ്റെ സമ്മ് ടോട്ടൽ വാല്യൂ ഈസ് ഈക്വൽ ടു ഈ ഭാഗത്തുള്ള ടോട്ടൽ വാല്യൂ എന്ന് വെച്ചാൽ പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എവിടെ എടുത്താലും കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ല നമുക്ക് ഇങ്ങനെ പറയാം, P പ്ലസ് ഹാഫ് റോ v² പ്ലസ് റോ ജി H എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അതാണ് ഇതിൻ്റെ പ്രൂഫ്. നിങ്ങളിങ്ങനെ എഴുതി പഠിക്കുക. ഇതിൽ നമ്മൾ ചെറിയൊരു ചേഞ്ചും കൂടെ വരുത്താറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ മൊത്തം നമ്മൾ റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റോ ജി അപ്പോൾ ഇവിടെ എന്താ വരിക? P ഡിവൈഡഡ് ബൈ റോ ജി പ്ലസ് ഇവിടെ എന്താ വരിക? ഹാഫ് റോ v² ബൈ റോ ജി. അപ്പോൾ റോ വെട്ടിപ്പോവും അല്ലേ? ഇപ്പം എന്താ കിട്ടുക? ബാക്കി ഹാഫ് v² ബൈ ജി. റോ വെട്ടിപ്പോയി. ഇവിടെ റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്ത റോയും ജി കട്ട് ചെയ്ത് പോലെ പ്ലസ് H ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ റോ ജി എന്ന് വെച്ചാൽ വീണ്ടും അതൊരു കോൺസ്റ്റന്റ് തന്നെ. ഇങ്ങനെയും എഴുതാം. സോ P ബൈ റോ ജി പ്ലസ് ഹാഫ് v² ബൈ ജി പ്ലസ് H ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നും പറയാറുണ്ട്. ഈ ടേമിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് പ്രഷർ ഹെഡ്. ഈ ടേമിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് വെലോസിറ്റി ഹെഡ്. ഈ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റി ഹെഡ്. അപ്പോൾ ഗ്രാവിറ്റി ഹെഡ്, വെലോസിറ്റി ഹെഡ്, പ്രഷർ ഹെഡ്, അത് മൂന്നും ആഡ് ചെയ്താൽ കോൺസ്റ്റന്റ് എന്നും പറയാം. മനസ്സിലായോ? പ്രശ്നമുണ്ടോ? ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഡെറിവേഷൻ നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചു പോയാൽ ഒരു കുഴപ്പമില്ല. എഴുതി പഠിച്ച മക്കളെ ഡെഫിനറ്റ്ലി ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ പറഞ്ഞത് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പാസ്കൽസ് ലോയും അതിൻ്റെ പ്രിൻസിപ്പിളും നമ്മൾ പറഞ്ഞു. ബെർണോളിസ് ഐഡിയ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു. ഡയഗ്രാം വരച്ച് പ്രൂവ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഉറപ്പായിട്ട് എഴുതി പഠിച്ചോളൂ. ഇത് ചോദിച്ചിരിക്കും. അപ്പോൾ അതോടെ നമ്മളെ ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്റർ നമ്മളുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എല്ലാം നമ്മൾ വരുന്ന 2-3 ദിവസങ്ങൾ കൊണ്ട് തീർത്തിരിക്കും. റെഡി? അപ്പം വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഡൗട്ടുകളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ ദെൻ ബൈ.